നമസ്കാരം. പ്രധാന വാർത്തകൾ. അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും വീട് നൽകുമെന്നതുൾപ്പെടെ പ്രഖ്യാപനങ്ങളുമായി ചെർപ്പളശ്ശേരി നഗരസഭയിൽ UDF പ്രകടന പത്രിക. ഗ്രാമീണ റോഡുകളുടെ വികസനവും താലൂക്ക് ആശുപത്രിയും ഗ്യാസ് ക്രിമിറ്റോറിയവും പ്രകടന പത്രികയിൽ. മണ്ണാർക്കാട് നഗരസഭയിൽ പുതിയ ബസ് സ്റ്റാൻഡും ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയവും വാഗ്ദാനം ചെയ്ത ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക. നികുതി പരിഷ്കരണത്തിലൂടെ അധികം വാങ്ങിയ നികുതി തിരിച്ചു നൽകുമെന്നും വാഗ്ദാനം. ഒറ്റപ്പാലത്ത് ഇടതുമുന്നണി 25-നും 30-നും ഇടയിൽ സീറ്റ് നേടുമെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. എല്ലാവർക്കും വീടും പുതിയ തൊഴിലവസരങ്ങളും വാഗ്ദാനം ചെയ്ത ഇടതുമുന്നണി പ്രകടന പത്രിക പുറത്തിറക്കി. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം. സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പട്ടാമ്പി തഹസിൽദാർ TP കിഷോർ. താലൂക്കിൽ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും തഹസിൽദാർ. വാളയാറിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട. എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ സിന്തറ്റിക് മയക്കുമരുന്നുമായി എറണാകുളം സ്വദേശികൾ പിടിയിൽ. നവീൻ, അമൽ ബാബു എന്നിവരാണ് പിടിയിലായത്. വഴിയും വെളിച്ചവുമില്ലാതെ കുമരംപുത്തൂർ പുല്ലൂന്നി ഉന്നതി. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനും മൃതദേഹം സംസ്കരിക്കാൻ കൊണ്ടുപോകാനും വഴിയില്ലെന്ന് ഉന്നതി നിവാസികൾ. വിശദമായ വാർത്തകളിലേക്ക്. ചെർപ്പളശ്ശേരി നഗരസഭയിലെ അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും വീട് നൽകുമെന്നതുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളുമായി UDFന്റെ പ്രകടന പത്രിക ഇന്ദിരാഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. നഗരസഭയിലെ അടിസ്ഥാന വിഭാഗങ്ങൾക്കും ആരോഗ്യ, കാർഷിക, തൊഴിൽ മേഖലകൾക്കും ഊന്നൽ നൽകി നാടിന്റെ നന്മയ്ക്ക് എന്ന തലക്കെട്ടോടെയാണ് UDFന്റെ പ്രകടന പത്രിക ഇറക്കിയത്. അർഹരായ മുഴുവൻ ആളുകൾക്കും വീട്, ഭൂമിയും വീടുമില്ലാത്തവർക്ക് ഭൂമി കണ്ടെത്തി ഭവന സമുച്ചയം നിർമ്മിക്കും, മുഴുവൻ ഗ്രാമീണ റോഡുകളും ഗതാഗത യോഗ്യമാക്കും, നഗരസഭയിലെ അനിയന്ത്രിത കെട്ടിട നികുതി വർധനവ് നിയന്ത്രിക്കും, ചെർപ്പളശ്ശേരി സർക്കാർ ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തും, നഗരസഭയിൽ ഗ്യാസ് പൊതുശ്മശാനം സ്ഥാപിക്കും, അങ്കണവാടികൾ സ്മാർട്ടാക്കും എന്നിങ്ങനെ നീളുന്നു പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങൾ. ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ UDF ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം KPCC സെക്രട്ടറി P ഹരിഗോവിന്ദന് നൽകി പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. ഈ ഒരു ചെർപ്പളശ്ശേരി നഗരസഭയെ ആദ്യം ഭരണം നമ്മളെയാണ് ഈ സമൂഹത്തെ ഏൽപ്പിച്ചത്. കഴിഞ്ഞ വർഷം നമുക്ക് എന്തുകൊണ്ടോ നമുക്ക് കൈമോശം വന്നുപോയി. പക്ഷേ അതിൻ്റെ ദുരനുഭവം എന്താണെന്ന് ഉമ്മൻചാണ്ടി മാറി പിണറായി വന്നപ്പോൾ എന്തായോ അതിനാണ് ഇവിടെ നിലകൾ ഉണ്ടായതെന്ന് ജനം തിരിച്ചറിഞ്ഞു. അപ്പോൾ ജനങ്ങൾ നമ്മളെ അധികാരത്തിൽ അയക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ അവരുടേതായ എല്ലാ ആവേശവും ആവാഹിച്ചെടുത്തുകൊണ്ട് ഐക്യജനാധിപത്യ പട്ടികയിൽ നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. നേരത്തെ നമ്മുടെ മോദി പറഞ്ഞ പോലെ UDF പ്രകടന പത്രിക, ആ UDFന്റെ പ്രകടന പത്രികയിൽ അകത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ചെർപ്പളശ്ശേരി നഗരസഭയ്ക്ക് വേണ്ടി ഒരു പുതിയ പ്രകടന പത്രിക കൂടി അവതരിപ്പിക്കും. അത് ഉപയോഗപ്പെടുത്തി വിജയം കൊയ്തെടുക്കാൻ നമുക്ക് കഴിയണം. ഇവിടുത്തെ വിജയം ആഘോഷിക്കാൻ ഒരു 13-ാം തീയതി ഉച്ചയാകുമ്പോഴേക്ക് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും വിനോദടക്കം, ഇസാഖടക്കം, ബക്കറടക്കം, പിന്നെ ശ്രീലജ വാഴ്ത്തുന്നതടക്കം, പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട KK അസീസ് അടക്കമുള്ള ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല, എല്ലാവർക്കും വിജയാശംസകൾ നടന്നുകൊണ്ട് ഈ പരിപാടി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P അക്ബർ അലി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KK അസീസ്, PP വിനോദ് കുമാർ, CA ബക്കർ, KM ഇസാഖ് തുടങ്ങിയവരും UDF സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പങ്കെടുത്തു. മണ്ണാർക്കാട് നഗരസഭയിൽ പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ ആധുനിക ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം വരെ വാഗ്ദാനം ചെയ്ത് ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക. മണ്ണാർക്കാട് നഗരസഭയിലെ നികുതി പരിഷ്കരണത്തിലൂടെ അധികം വാങ്ങിയ നികുതി തിരിച്ചു നൽകുമെന്നും വാഗ്ദാനം. നഗരസഭയുടെ അടിസ്ഥാന വികസനത്തിനാണ് പ്രകടന പത്രികയിൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ മണ്ണാർക്കാട് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുമെന്നാണ് പ്രധാന വാഗ്ദാനം. പൊതുമാർക്കറ്റും ആധുനിക അറവുശാലയും നിർമ്മിക്കും. ഓട്ടോ, ടാക്സി, ടെമ്പോ സ്റ്റാൻഡുകൾ, പൊതു ശൗചാലയങ്ങൾ എന്നിവ നിർമ്മിക്കും. ഭവനരഹിതരായ മുഴുവൻ കുടുംബങ്ങൾക്കും ലൈഫിൽ വീട് നൽകും. നായാടിക്കുന്ന ആധുനിക ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം നിർമ്മിക്കും. താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തും. ഓരോ വർഷവും 1000 വീടുകൾ സൗരോർജ്ജത്തിലേക്ക് മാറ്റും. SC/ST കുടുംബങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ഐശ്വര്യഗ്രാമം പദ്ധതി നടപ്പാക്കും. ടൗൺ ഹാളും മിനി IT പാർക്കും സ്ഥാപിക്കും എന്നതുൾപ്പെടെ 60-ലേറെ വാഗ്ദാനമാണ് പ്രകടന പത്രികയിലുള്ളത്.
ഒറ്റപ്പാലത്ത് ഇടതുമുന്നണി 25-നും 30-നും ഇടയിൽ സീറ്റുകൾ നേടുമെന്ന് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. LDF ഒറ്റപ്പാലം നഗരസഭ പ്രകടന പത്രിക പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവെ ജില്ലയ്ക്കകത്ത് നല്ല മുന്നൊരുക്കങ്ങളാണ് നടന്നു വരുന്നത്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ ഘടകങ്ങളും ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ എല്ലാം അനുഭവം എന്ന് പറയുന്നത് എവിടെ പൊതുയോഗങ്ങൾ വിളിച്ചാലും കുടുംബയോഗങ്ങൾ വിളിച്ചാലും വലിയ ജനക്കൂട്ടമാണ് പൊതുവെ കണ്ടുവരുന്നത്. കാരണം പെൻഷൻ തുക 400 രൂപ വർദ്ധിപ്പിച്ചത്, വീട്ടമ്മമാർക്ക് 1000 രൂപ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പേരിൽ കൊടുക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ മത്സര പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന യുവക്കൾക്ക് 1000 രൂപയുടെ സ്കോളർഷിപ്പ് കൊടുക്കുന്നതിനെല്ലാം വലിയ ഇമ്പാക്റ്റാണ് പൊതുവെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് പാലക്കാട് ജില്ലയിലും നല്ലതുപോലെ കാണുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ സീറ്റും പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരസ്ഥമാക്കി. BJP കോൺഗ്രസ് സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കുമെന്നും ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞു. നല്ല വൻ വിജയമായിരിക്കും ഉണ്ടാവുക. ഒറ്റപ്പാലത്തിലും വലിയ മുന്നേറ്റമുണ്ടാവും. തൊട്ടടുത്തുള്ള ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ വലിയ മുന്നേറ്റം ഇത്തവണയുണ്ടാവും. BJPയുടെ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ എല്ലാം കുത്തക വാർഡുകളായിരിക്കും ഞങ്ങൾ ഇത്തവണ പിടിച്ചെടുക്കുക. ആ രൂപത്തിൽ വലിയ മുന്നേറ്റം ഈ 2 മുനിസിപ്പാലിറ്റിയിലും ഉണ്ടാക്കും. പൊതുവെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം AKG മന്ദിരത്തിൽ വെച്ചാണ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തത്. വീടില്ലാത്ത എല്ലാവർക്കും വീട്, ഉൽപ്പന്നങ്ങൾക്ക് വിപണന കേന്ദ്രം, വീട്ടിൽ തനിച്ചാകുന്ന വയോജനങ്ങൾക്ക് ഒറ്റപ്പെടലിൽ നിന്നും മോചനത്തിനായി ഹാപ്പിനെസ് ക്ലിനിക്കുകൾ ആരംഭിക്കും, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയ വിവിധ വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത്. സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നഗരസഭയിലെ കീഴായൂരിൽ പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെ മത്സരം ശ്രദ്ധേയമാകുന്നു. മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചരണവും തകൃതിയാണ്. നാട്ടിൽ ഉത്സവകാലമായാൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ആഘോഷ കമ്മിറ്റി ഭാരവാഹികളാണ് ഇത്തവണ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൊമ്പ് കോർക്കുന്നത്. പട്ടാമ്പി നഗരസഭയിലെ കീഴായൂർ 17-ാം ഡിവിഷനിലാണ് ഈ വേറിട്ട മത്സരം. പരസ്പരം സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ ഇവരുടെ മത്സരം സൗഹൃദപരവുമാണ്. കീഴായൂർ ദേശത്തെ പൂരക്കമ്മിറ്റി ഭാരവാഹികളാണ് മത്സരരംഗത്തുള്ളത്. ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറിയായ R. സന്തോഷ് LDF സ്ഥാനാർത്ഥിയായാണ് ഡിവിഷനിൽ മത്സരിക്കുന്നത്. കീഴായൂർ ദേശ പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് S. കൃഷ്ണദാസ് UDF സ്ഥാനാർത്ഥിയായും കമ്മിറ്റി സെക്രട്ടറി B. കൃഷ്ണദാസ് NDA സ്ഥാനാർത്ഥിയായും മത്സരരംഗത്തുണ്ട്. ഡിവിഷനിലെ മത്സരം വാശിയേറിയതാണെങ്കിലും സൗഹൃദം കാത്തുസൂക്ഷിക്കുകയാണ് 3 സ്ഥാനാർത്ഥികളും. തിരഞ്ഞെടുപ്പിലെ വിജയം പ്രധാനമാണെന്ന് LDF സ്ഥാനാർത്ഥി R. സന്തോഷ് പറഞ്ഞു. പ്രചരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്കറിയാം, ഈ ആവേശം ഞങ്ങളുടെ കൂടെ നടക്കുന്ന എല്ലാ പാർട്ടി സഖാക്കൾക്കും ഉണ്ട്. അതിന്റെ ആവേശത്തിന്റെ അത്യുന്നതങ്ങളിൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെയാണ് പ്രചരണം പോകുന്നത്. എല്ലാവരോടും പറയാനുള്ളത് വോട്ട് ചെയ്ത് സഹായിക്കണം എന്നാണ്. നിലവില് മത്സരിക്കുന്നത് 3 സ്ഥാനാർത്ഥികളും കീഴായൂരിലെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവർ തന്നെയാണ്. നേരത്തെ ഇൻട്രോയിലൊക്കെ പറയുന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ. എന്നിരുന്നാലും ക്ഷേത്രത്തിന്റെ എന്ന് മാത്രമല്ല, നാടിന്റെ ആകെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സൗഹൃദം പഴയതുപോലെ തന്നെയാണ്. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നാണ് UDF സ്ഥാനാർത്ഥി C. കൃഷ്ണദാസിന്റെ പക്ഷം. പ്രചരണം നിലവിൽ 2 റൗണ്ട് ആദ്യം ഇറങ്ങിയിരുന്നു. ഇപ്പോൾ അഭ്യർത്ഥനയായിട്ട് ഇറങ്ങിയാണ്. 3-ാം റൗണ്ടിലാണ് ഇപ്പോൾ നിലവിൽ 17-ാം ഡിവിഷനിൽ ഇറങ്ങിയിട്ടുള്ളത്. അല്ല, പൂര കമ്മിറ്റിയുമായി എന്നുള്ളതല്ല, നമ്മളെല്ലാവരും നാട്ടിലെല്ലാ ആളുകളായിട്ടും സൗഹൃദം തന്നെ. അതിൽ പൂരം നേർച്ച നമ്മളെല്ലാ കമ്മിറ്റികളിലുള്ള ആളാണ്. പൂര കമ്മിറ്റിയിലും അതുപോലെ തന്നെ പട്ടാമ്പി നേർച്ച കമ്മിറ്റിയിലുള്ള ആളാണ്. നമ്മൾ മറ്റുള്ള ആഘോഷങ്ങളിലൊക്കെ എല്ലാ ഭാഗമൊക്കെ ആളാണ്. അപ്പോൾ ഈ പൂര കമ്മിറ്റിയിൽ ഉപരി എല്ലാ ആളുകളായിട്ടും നമ്മൾ സൗഹൃദം പങ്കുവെക്കാറുണ്ട്. തെരഞ്ഞെടുപ്പ് ആ ടൈം കഴിഞ്ഞാൽ കഴിയും. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ സൗഹൃദം എന്നും നിലനിർത്തിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഡിവിഷനിൽ സൗഹൃദ മത്സരമാണ് നടക്കുന്നതെന്നാണ് NDA സ്ഥാനാർത്ഥി E. കൃഷ്ണദാസ് പറയുന്നത്. പ്രചരണം നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ 2-ാം റൗണ്ട് ഇറങ്ങി എല്ലാ വീടുകളും കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അത് എന്താ പറയുക, എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് 3 പേരും. നമ്മുടെ ഒപ്പമുള്ള മറ്റേ കൃഷ്ണദാസ് ആയാലും സന്തോഷായാലും പിന്നെ ഞാനൊരു കൃഷ്ണദാസാണ്. അങ്ങനെ 3 ആളാണ് ഇപ്രാവശ്യം മത്സരരംഗത്തുള്ളത്. അത് നല്ല ഒരു സൗഹൃദമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. 3 പേർക്കും ഡിവിഷനിലെ ആളുകളുമായി നല്ല ബന്ധമുള്ളവരാണ്. പൂരക്കാലത്ത് ഒരുമിച്ച് വീടുകൾ കയറി ഇറങ്ങുന്നവർ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കായാണ് വീടുകളിൽ എത്തുന്നതെന്ന് മാത്രം. ആർക്ക് വോട്ട് ചെയ്യണമെന്ന ആശങ്ക വോട്ടർമാരിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഡിവിഷനിൽ ആര് വിജയിക്കുമെന്നും ആകാംക്ഷയോടെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിലെ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പട്ടാമ്പി തഹസിൽദാർ TP കിഷോർ പറഞ്ഞു. ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ പട്ടാമ്പി താലൂക്കിൽ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായും അദ്ദേഹം സൂചിപ്പിച്ചു. SIR-മായി ബന്ധപ്പെട്ട് ജനങ്ങളെ ഇടയിൽ ഭീതി പടർത്തുന്ന രീതിയിലുള്ള വോയിസ് ക്ലിപ്പുകളും വീഡിയോകളും ഇപ്പോഴും വ്യാപകമായി പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസം കണ്ടുള്ള ഫോൺ നമ്പർ ആഡ് ചെയ്തില്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകും എന്നുള്ളൊരു സന്ദേശമാണ്. അത് തികച്ചും വസ്തുതാവിരുദ്ധമാണ്. ഫോൺ നമ്പർ ഒരു മാൻഡേറ്ററി ഫീൽഡ് അല്ല. ഈ ഫോമിൽ സബ്മിഷൻ ചെയ്യാനുള്ള ഫോമുകളിൽ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷമാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ ഇല്ലെങ്കിലും ആധാർ കാർഡ് നമ്പർ ഇല്ലെങ്കിലും ഈ വോട്ടർ പട്ടികയിൽ പേര് വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫോം ഒപ്പിട്ട് നൽകിയ എല്ലാവരുടെയും പേര് ഡ്രാഫ്റ്റ് റോളിൽ വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുശേഷം സംശയമുള്ള കേസുകളോ അല്ലെങ്കിൽ ആക്ഷേപങ്ങളോ വരുന്ന കേസുകളിലാണ് വിചാരണയ്ക്ക് വരുന്നതും മറ്റും. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് പ്രോജനി മാപ്പിംഗ് നടത്തിയിട്ടുണ്ട്. ആ മാപ്പിംഗ് നടത്തിയതിൽ കൃത്യമായിട്ടല്ലാത്ത കേസുകളിൽ ഹിയറിംഗ് നോട്ടീസ് അയക്കും. ഹിയറിംഗിന് വിധേയമായിട്ട് അവരുടെ പേര് ഉൾപ്പെടുത്തും. എല്ലാവരുടെ പേരും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിതരണം ചെയ്ത ഫോമുകൾ പൊതുജനങ്ങൾ ഒപ്പിട്ട് തിരിച്ച് BLOമാരുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. അതിനു വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ ശ്രദ്ധ, പൊതുജനങ്ങളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും സന്നദ്ധ സേന പ്രവർത്തകരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരുടെയും ഫോം ഒപ്പിട്ട് BLOമാരെ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറെ തിരിച്ചേൽപ്പിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടന്ന വാഹന പരിശോധനയ്ക്കിടെ മാരക മയക്കുമരുന്നുമായി എറണാകുളം സ്വദേശികളായ യുവാക്കൾ പിടിയിൽ. ബ്യൂപ്രിനോർഫിൻ ഹൈഡ്രോക്ലോറൈഡ് ഇഞ്ചക്ഷൻ ആംബ്യൂളുമായാണ് നവീൻ, അമൽ ബാബു എന്നിവർ പിടിയിലായത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ P രമേശിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ കോയമ്പത്തൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സിലെ 2 യാത്രക്കാരിൽ നിന്നാണ് മാരക മയക്കുമരുന്നായ ബ്യൂപ്രിനോർഫിൻ ഹൈഡ്രോക്ലോറൈഡ് ഇഞ്ചക്ഷൻ ആബ്യൂൾ 500 എണ്ണം പിടികൂടിയത്. എറണാകുളം സ്വദേശികളായ 33-കാരനായ നവീൻ, 29-കാരനായ അമൽ ബാബു എന്നിവരെ മയക്കുമരുന്ന് കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്തു. വാഹന പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വിനോദ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് മുഹമ്മദ് റിയാസ്, മനോഹരൻ, ശ്രീജി, പ്രിവന്റീവ് ഓഫീസർമാരായ സജീഷ്, ജഗ്ജിത്ത്, ശ്രീധർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ കിഷോർ, അജിത്, അരുൺ, അശ്വന്ത് എന്നിവർ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. മലയോര ഹൈവേ നിർമ്മാണം അലനല്ലൂർ ടൗണിൽ ആരംഭിച്ചു. നിലവിലെ ടാറിംഗ് പൊളിച്ച് നിലമൊരുക്കുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത്. അതേസമയം ടൗണിൽ പൊടിശല്യം രൂക്ഷമാണ്. നിലവിലുള്ള ടാറിംഗ് പൊളിച്ച് പുതിയ പാതയ്ക്ക് അനുസൃതമായുള്ള നിലമൊരുക്കുന്ന പ്രവൃത്തികളാണ് നിലവിൽ ആരംഭിച്ചത്. അലനല്ലൂർ പഴയ പെട്രോൾ പമ്പിന് സമീപമാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. പ്രവൃത്തി നടക്കുന്ന ഭാഗങ്ങളിൽ ഒരു വശം ചേർന്ന് മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. നിയന്ത്രണങ്ങൾ ലംഘിച്ച വാഹനങ്ങൾ പോകാൻ ശ്രമിക്കുന്നത് ചെറിയ രീതിയിൽ ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നുണ്ട്. അതേസമയം ടൗണിൽ പൊടിശല്യം രൂക്ഷമായി. നിർമ്മാണ കമ്പനി ഇടയ്ക്ക് നനയ്ക്കുന്നുണ്ടെങ്കിലും പൊടിക്ക് ശമനമില്ല. കടയിലിരിക്കണമെങ്കിൽ അവരവർ തന്നെ നനയ്ക്കേണ്ട സാഹചര്യമാണെന്ന് വ്യാപാരികൾ പറയുന്നു. മലപ്പുറം ജില്ലാ അതിർത്തിയായ കാഞ്ഞിരംപാറ മുതൽ കുമരമ്പത്തൂർ ചുങ്കം വരെ 18.1 കിലോമീറ്റർ പാതയാണ് മലയോര ഹൈവേയായി വികസിപ്പിക്കുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടപ്രകാരം ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ആദ്യ റീച്ചിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. 91.4 കോടി രൂപയാണ് ചെലവ്. 2 വർഷമാണ് കരാർ കാലാവധി. 12 മീറ്റർ വീതിയിൽ മഴവെള്ളച്ചാലോടുകൂടിയാണ് റോഡ് നിർമ്മിക്കുക.
ഇതിൽ 9 മീറ്റർ വീതിയിലാണ് റോഡ് പൂർണ്ണമായും ടാറിംഗ് നടത്തുക. BM&BC നിലവാരത്തിൽ അലനല്ലൂർ കൂമഞ്ചിറ റോഡ് നവീകരണം പൂർത്തിയായി. സൈഡ് കോൺക്രീറ്റോടുകൂടി 2 കിലോമീറ്റർ ദൂരം സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 1,50,00,000 രൂപ ചെലവിലാണ് നവീകരിച്ചത്. അലനല്ലൂർ ചന്തപ്പടി മുതൽ കൂമഞ്ചിറ വരെയുള്ള 2 കിലോമീറ്റർ ദൂരമാണ് MLAയുടെ ശ്രമഫലമായി 2023-2024 ബജറ്റിൽ ഉൾപ്പെടുത്തി BM&BC നിലവാരത്തിൽ നവീകരിച്ചത്. 2 കിലോമീറ്റർ ടാറിംഗ് കൂടാതെ സൈഡ് കോൺക്രീറ്റും പ്രവൃത്തിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കൂടാതെ റോഡിലെ വരകളും സൈൻ ബോർഡുകളും തിരഞ്ഞെടുപ്പിന് ശേഷം സ്ഥാപിക്കും. പാത പൊളിച്ചിട്ട് ടാറിങ്ങിനായുള്ള മിശ്രിതം നിർത്തിയെങ്കിലും ഇടയ്ക്കിടെയുള്ള മഴ കാരണം ടാറിംഗ് നടത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഇടവിട്ട് കഠിനമായ വെയിൽ വന്നതോടെ പൊടിശല്യം രൂക്ഷമായി. ഇത് നാട്ടുകാരിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. തിരുവിഴാംകുന്ന്, അമ്പലപ്പാറ, കച്ചേരിപ്പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും അലനല്ലൂർ വഴി പെരിന്തൽമണ്ണയിലേക്ക് എത്താനുള്ള എളുപ്പവഴിയായതിനാൽ ദിവസവും നിരവധി വാഹനങ്ങൾ ഈ പാതയെ ആശ്രയിക്കുന്നുണ്ട്. വഴിയും വെളിച്ചവുമില്ലാതെ കുമരംപുത്തൂർ പുല്ലൂന്നി ഉന്നതി. രോഗികളെ ആശുപത്രിയിലെത്തിക്കാനും മൃതദേഹം സംസ്കരിക്കാൻ കൊണ്ടുപോകാനും വഴിയില്ലെന്ന് ഉന്നതി നിവാസികൾ. ആദിവാസി എന്നുള്ള ഒരു പേര് പോസ്റ്റ് കാലിൽ വിട്ടല്ല ഒളിച്ചല്ല. ഞാൻ എത്ര കൊല്ലമായി പഞ്ചായത്തിൽ കൂടി പോയി പറയണം. അവർ ചെയ്തു തരണ്ടേ. ഈ ഉള്ളിലിട്ട് ഇരിക്കണ പൊളിച്ച പച്ചക്കറി കാണും ഞങ്ങൾക്ക്. അത് അവിടെ വെറുതെ കാൽ കൊണ്ടിട്ട് വെച്ചിരിക്കുക കണ്ടില്ല. അതിൽ വല്ല വളവുക എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പിന്നെ എന്തിനു പോയി കാലവിടെ കുഴിച്ചിട്ട് ഇരിക്കണം. അവർക്കെന്നാൽ അത് പറ്റി മാറ്റിയ കൊണ്ടുപോയിക്കൂടെ? വെറുതെ അവിടെ കുഴിച്ചിട്ട് എന്താ കാര്യം? ഈ ആദിവാസി ഒന്നും പേരുള്ളൂ. ഇവിടെ ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, കിട്ടിയിട്ടുമില്ല. അങ്ങനെ ഏത് കിറ്റൊക്കെ എന്ന് കിട്ടിയതാ ഞങ്ങൾക്ക്? അങ്ങനെയാണ് ഞങ്ങളുടെ കെതിപ്പ്. ഇവിടെ ഈ 2-3 പേര് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുക. ആദിവാസികളൊന്നും ആരും അറിയുന്നില്ല. കാരണം 4 ഭാഗത്തും ഇതല്ലേ നമ്മുടെ ആൾക്കാരും മറ്റു ജാതികളൊക്കെ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഈ പേര് തന്നെ ഉള്ളൂ. ഇങ്ങനെ അതെങ്ങനെയൊക്കെ കിട്ടി. അല്ല ഞങ്ങൾ തന്നെ വല്ല ചാള ഇതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയല്ലോ. അച്ഛന്മാരൊക്കെ ഇരിക്കുമ്പോൾ അതന്നെ. എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് ആരെങ്കിലും ഉണ്ടോ? അച്ഛനില്ല, അമ്മയില്ല. 6 പെങ്ങുമക്കളുണ്ട്. അതൊക്കെ കെട്ടിക്കൊടുത്തിട്ട് ഇപ്പം ഞാൻ ഒറ്റയ്ക്കായി പേരയിൽ. വല്ലപ്പോഴും അവർ 10 ഉറുപ്പ്യ കൊണ്ടുതന്ന എന്തെങ്കിലും. പിന്നെ ഈ പെൻഷൻ വരുന്ന തുണി മണി ഇതൊക്കെ. പുല്ലൂന്നി ഉന്നതി വരെ റോഡുണ്ടെങ്കിലും ഉന്നതിയിലേക്ക് പോകാൻ 2 മീറ്റർ വീതിയുള്ള വഴി മാത്രമാണുള്ളത്. ഇതിലൂടെ ഒരു വാഹനം കടന്നു പോകാൻ കഴിയില്ല. പ്രായമായവരെയും രോഗികളെയും ചുമന്ന റോഡിൽ എത്തിക്കേണ്ട സ്ഥിതിയാണ്. നിലവിലുള്ള വഴിയൊന്ന് വീതി കൂട്ടി ടാർ ചെയ്യണമെന്ന് പലതവണ അധികാരികളോട് പറഞ്ഞെങ്കിലും പരിഹാരമായില്ല. ഉന്നതിയിലുള്ളവരുടെ ശ്മശാനം ഉന്നതിക്ക് താഴ്ഭാഗത്താണ്. പുഴയോരത്തു കൂടിയാണ് ഇവിടേക്ക് പോകുന്നത്. മഴക്കാലമായാൽ മൃതദേഹം സംസ്കരിക്കാൻ കൊണ്ടുപോകാൻ നിർവാഹമില്ല. ശ്മശാനത്തിലേക്കും വഴിയൊരുക്കണമെന്ന് ഉന്നതി നിവാസികൾ പറഞ്ഞു. വഴിൻ്റെ കാര്യം എത്ര ആൾക്കാർ വന്ന് ഞാൻ പറയണു. എനിക്ക് വഴിയൊന്നും നേരാക്കി തരാം. വല്ല പെട്ടെന്ന് ഒരാൾക്ക് സൂക്കട് വന്നെങ്കിൽ ഒരു കുട്ടിയോ വലുതിന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റിക്കൊണ്ടുപോകാനൊക്കെ ആകുമോ? ഇവിടെ വണ്ടി വല്ല ഓട്ട വന്നാൽ എങ്ങനെയെങ്കിലൊക്കെ കൊണ്ടുപോകാം. ഇതതിനും പറ്റില്ല. വഴി എങ്ങനെയുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഗതി. വഴിയൊന്ന് ശരിയാക്കി തരണം, കിട്ടണം. ഇല്ല ഞങ്ങൾ എഴുതിയ മറ്റു ആൾക്കാരിനൊക്കെ കൊണ്ടുപോകാം. മഴക്കാലത്തോ വേനൽക്കാലത്തൊന്നും അറിയില്ലല്ലോ. പോയ പക്കത്ത് കൂട്ടി പോവുമോ? അപ്പം ഞങ്ങൾക്ക് ഈ വഴിയൊന്നും അങ്ങോട്ട് കയറുന്ന വഴിയൊന്നും ശരിയാക്കി തരണം. ഉന്നതിയിലെ വൈദ്യുത തൂണുകളിൽ വിളക്കില്ലെന്നും ആശ്രയ കിറ്റ് ഉൾപ്പെടെ ലഭിക്കുന്നില്ലെന്നും ഇവർക്ക് പരാതിയുണ്ട്. ഈ റോഡ് ഞങ്ങൾക്ക് വേണ്ടതാണ്. ഈ വീട് കല്ലുകൊണ്ട് തന്നെ ഞങ്ങൾ കുടുങ്ങി നിൽക്കുക. വണ്ടി വരാൻ പറ്റണ്ടേ? അപ്പോൾ ആ റോഡ് നേരാക്കണം. പിന്നെ ഇതൊക്കെ ഒരു വഴിയും വേണം. സോന വീതിയാണ് വേണം. ഇത്ര വീതി മതി. അപ്പോൾ നമുക്ക് വണ്ടി പോകേണ്ട ആവശ്യമൊന്നും വേണ്ടല്ലോ. വെച്ചവെള്ളക്കാട് പോകേണ്ട വഴിയല്ലേ. ഭിന്നശേഷി സമൂഹത്തിന് വേണ്ടി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഇൻഡാക് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസിൻ്റെ മലപ്പുറം ജില്ലാ സമ്മേളനം ഡിസംബർ 3 ബുധനാഴ്ച പെരിന്തൽമണ്ണയിൽ നടക്കും. ഭിന്നശേഷിക്കാർക്ക് വേദിയൊരുക്കുകയാണ് സമ്മേളനത്തിൻ്റെ ലക്ഷ്യം. അൽസലാം ഐ ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ നടക്കുന്ന സമ്മേളനത്തിൽ ഭിന്നശേഷിക്കാരുടെ വിവിധ കലാപരിപാടികൾ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിക്കൊണ്ട് കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള
പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അംഗങ്ങൾക്കിടയിലുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക, അവർക്ക് നയപരമായിട്ടും അല്ലെങ്കിൽ അവകാശപ്പെട്ടതുമായിട്ടുള്ള ആനുകൂല്യങ്ങൾ യഥാക്രമം നേടിക്കൊടുക്കുക, പിന്നെ നിയമപരമായിട്ടുള്ള സഹായങ്ങൾ അങ്ങനെ തുടങ്ങി അവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, വീടില്ലാത്തവർക്ക് വീടിനുള്ള സൗകര്യങ്ങൾ, അല്ലെങ്കിൽ കല്യാണം ഇന്റർനാഷണൽ മാരേജുമായിട്ട് യൂത്ത് ഏബിൾ പീപ്പിൾസിന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം പെരിന്തൽമണ്ണ അൽസലാമ ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ ഡിസംബർ 3 ബുധനാഴ്ച ഭിന്നശേഷി ദിനത്തിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ അംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കും. ലോക ഭിന്നശേഷി ദിനമായ ഡിസംബർ 3 പെരിന്തൽമണ്ണ അൽസലാമയുമായി കൈകോർത്തുകൊണ്ടാണ് ഇപ്രാവശ്യം ഞങ്ങൾ പരിപാടി അവതരിപ്പിക്കുന്നത്. വട്ടപ്പാട്ട്, നാടൻപാട്ട്, അതുപോലെ കലാപരിപാടികൾ ഒക്കെ ഭിന്നശേഷിക്കാരാണ്. മൊത്തം 4 ചുവരുകൾക്കുള്ളിൽ ഇരിക്കുന്ന ഭിന്നശേഷിക്കാരെ വർഷത്തിൽ ഒരിക്കൽ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം തന്നിട്ടുള്ളത് അൽസലാമ കണ്ണാശുപത്രിയാണ്. അവരുടെ ഓഡിറ്റോറിയം വരുന്ന ആളുകൾക്കുള്ള എല്ലാവിധ ഭക്ഷണ സൗകര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോഗ്രാം ഇങ്ങോട്ട് മാറ്റിയത്. ഞങ്ങൾ ജില്ലയുടെ പല ഭാഗങ്ങളിലാണ് ഓരോ പ്രാവശ്യങ്ങളും വെക്കാറ്. കഴിഞ്ഞ പ്രാവശ്യം പറങ്കിമുച്ചക്കൽ ജവാൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പരിപാടി നടത്തിയത്. അതിനു മുമ്പ് വാഴക്കാടായിരുന്നു, അതിനു മുമ്പ് മഞ്ചേരി, ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ മാറി മാറി ആണ് ഒരാൾ. ചടങ്ങിൽ പുരസ്കാരവും സമർപ്പിക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ പരിപാടി നീണ്ടുനിൽക്കും. ഭിന്നശേഷിക്കാരുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിനു വേണ്ടി വേദി ഒരുക്കുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ജില്ലാ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നതെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ഇൻഡാക് സ്റ്റേറ്റ് കോർഡിനേറ്ററും ജില്ലാ പ്രസിഡന്റുമായ റഹ്മാൻ മുണ്ടോടൻ, സംസ്ഥാന മീഡിയ കോർഡിനേറ്ററും മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായ മുഹസിൻ വണ്ടൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഷാദ് കരുളായി, പ്രോഗ്രാം കോർഡിനേറ്റർ നാസർ കുറുവ, അൽസലാമ ഐ ഹോസ്പിറ്റൽ വൈസ് ചെയർമാൻ കിഴിശ്ശേരി മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹിക പ്രതിബദ്ധതയോടെ സോഷ്യൽ കമ്മിറ്റ്മെന്റോടെ പ്രവർത്തിക്കുന്ന പെരിന്തൽമണ്ണ അൽസലാമ ആശുപത്രി ഈ പ്രാവശ്യം ഇൻഡാക്കിൻ്റെ ജില്ലാ സമ്മേളനം നടത്തുന്നതിനുള്ള ഒരു വേദിയായി അവർ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം സമ്മതിച്ചു. കാരണം സമൂഹത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ നമ്മളെ സുഹൃത്തുക്കളെയും അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരെയും കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളത് അൽസലാമയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. അൽസലാമ നിങ്ങൾക്കറിയാവുന്നതുപോലെ 10-22 വർഷമായി പെരിന്തൽമണ്ണയിൽ സുദീർഘമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആശുപത്രിയാണ്. ഈ പ്രാവശ്യം ഭിന്നശേഷി സമൂഹത്തിന് വേണ്ടി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസ് അഥവാ ഇൻഡാക് എന്ന സംഘടനയുടെ ജില്ലാ സമ്മേളനം ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനത്തിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പെരിന്തൽമണ്ണ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. കല്ലടിക്കോട് ദേശീയപാത കാഞ്ഞിക്കുളം ചേലപ്പാറ അയ്യപ്പൻകാവിന് സമീപം ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ നായ ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞ അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ മരിച്ചു. കാഞ്ഞിക്കുളം ചേലപ്പാറ വിശ്വനാഥനാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ചെക്ക് പോസ്റ്റിൽ നിന്നും തത്രങ്കാവിലേക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്ന ഓട്ടോറിക്ഷ നായ കുറുകെ ചാടിയതോടെ നിയന്ത്രണം വിട്ട് റോഡിൽ മറിയുകയായിരുന്നു. അപകടത്തിൽ വിശ്വനാഥന്റെ കാലിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ലോക എയ്ഡ്സ് ദിനം പെരിന്തൽമണ്ണയിൽ വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. പ്രതിസന്ധികൾ അതിജീവിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് എന്ന ആശയം ഉയർത്തിപ്പിടിച്ചാണ് ഈ വർഷം എയ്ഡ്സ് ദിനാചരണം നടന്നത്. പെരിന്തൽമണ്ണ നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്താണ് ദിനാചരണ പരിപാടികൾ നടന്നത്. ICTC, ജില്ലാ ആശുപത്രി, PSSP മൈഗ്രന്റ് സുരക്ഷാ പ്രോജക്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത്. ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതി, ലീഗൽ സർവീസ് സൊസൈറ്റി മഞ്ചേരി, MES ഡെന്റൽ കോളേജ്, അൽഷിഫ നഴ്സിംഗ് കോളേജ്, അലിഗഡ് യൂണിവേഴ്സിറ്റി മലപ്പുറം സെന്റർ, NSS യൂണിറ്റ് എന്നിവരുടെയും സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. HIV ബാധിതരായ ആളുകളുടെ യഥാർത്ഥ അനുഭവങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതിനും ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട സമൂഹങ്ങളുടെ ശക്തി, പ്രതിരോധശേഷി, വൈവിധ്യം എന്നിവ ഉയർത്തിക്കാട്ടുന്നതിനുമാണ് ലോക എയ്ഡ്സ് ദിനം നിലനിൽക്കുന്നത്. HIV ആരുടെയും ജീവിതത്തിൽ തടസ്സമാകാതെ അവരുടെ ഭാവി സൃഷ്ടിക്കാൻ ആവശ്യമായ നേതൃത്വത്തെ പ്രചോദിപ്പിക്കുന്നതിനുള്ള സന്ദർഭമാണിത്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ സെന്തിൽ കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PSSP പ്രൊജക്ട് ഡയറക്ടർ ഫാദർ സിജോ കരിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ആശുപത്രി ICTC ജ്യോതിസ് കൗൺസിലർ നീരു ജോസ് ദിനാചരണ സന്ദേശം നൽകി.
രേഷ്മ, അബുബക്കർ, ഡോക്ടർ ദീപാഘനം, ഡോക്ടർ ഷാലി വിക്ടർ, ഡോക്ടർ ശ്രുതി, ജീസ് ജോർജ്, മുഹമ്മദ് മൊഹസിൻ, സൂരജ് കോട്ടത്തൊടി, സ്മിതിൻ രാജ്, അർച്ചന, പി ബോബി, കെ അഞ്ജന, സുജിഷ എൻ, ആരിഫ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി അതിഥി തൊഴിലാളികൾക്കായി HIV അണുബാധ നിർണയം, ക്ഷയരോഗ നിർണയവും മലമ്പനി പരിശോധനയും നടത്തി. വിവിധ ഭാഷകളിലായി ബോധവൽക്കരണ ക്ലാസും റാലിയും ഉണ്ടായി. ഫ്ലാഷ് മോബും തെരുവു നാടകവും അവതരിപ്പിച്ചു. ലഘുലേഖ വിതരണവും നടത്തി. തുവ്വൂർ മാമ്പുഴ അലി ഹസൻ മുസ്ലിയാരുടെ ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ നേർച്ച ഉദ്ഘാടനം ചെയ്തു. 7 ദിവസങ്ങളിലായി നടക്കുന്ന നേർച്ച ഞായറാഴ്ച അന്നദാനത്തോടെ സമാപിക്കും. മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ പേർ പങ്കെടുക്കുന്ന നേർച്ചകളിൽ ഒന്നാണ് മാമ്പുഴയിലേത്. അലി ഹസൻ മുസ്ലിയാരുടെ ഓർമ്മ പുതുക്കി നടത്തുന്ന നേർച്ചയ്ക്ക് സിയാറത്തോടെയാണ് തുടക്കമായത്. തുടർന്ന് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കെട്ടിപ്പടുക്കാൻ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ സാധ്യമായിട്ടുണ്ട്. ഇവിടുന്ന് ധാരാളം ദീനി സ്ഥാപനങ്ങളുണ്ട്. അറബി കോളേജുണ്ട്, ഖുർആൻ കോളേജുണ്ട്. അങ്ങനെ ദീനി സംരംഭങ്ങൾ, ദീനി സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒന്നാണ് ഈ സ്ഥാപനം ഇവിടെ ഉള്ളത്. അത് വളരെ അനുഗ്രഹീതമാണ്. അള്ളാഹുവിൽ നിന്ന് കൂടുതൽ പ്രതിഫലം ലഭിക്കുക എന്നാണ് എക്കാലത്ത് പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനം. അള്ളാഹിൻ്റെ ദീന് പഠിപ്പിക്കുകയും അത് പകർന്നു നൽകുകയും ചെയ്യുന്ന സ്ഥാപനം കൂടിയാണ്. വളരെ മഹത്തരമുള്ള ഒന്നാണ്. ഈ സ്ഥാപനം തുടങ്ങാൻ മഹാനവറുകൾ സ്വന്തം കൈകൊണ്ട് തന്നെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ആ നമസ്കാരക്കൊട്ടിൽ അതിൽ നിന്നാണ് എൻ്റെ തുടക്കം തന്നെ. പി സൈദാലി മുസ്ലിയാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KV അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തി. വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി, പുത്തനഴി മൊയ്തീൻ ഫൈസി, ടി കമ്മുട്ടി ഹാജി, PK കുഞ്ഞിമുഹമ്മദ്, A അബ്ദുട്ടി ഹാജി, M ഹുസൈൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബുധനാഴ്ച വൈകിട്ട് 7:30 സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം പ്രഭാഷണം നടത്തും. വ്യാഴാഴ്ച വൈകിട്ട് 7 നടക്കുന്ന ദുആ മജ്ലിസിന് കോഴിക്കോട് ഖാദി മുഹമ്മദ് കോയത്തങ്ങൾ ജമുലുലൈലി നേതൃത്വം നൽകും. അബ്ദുൽ അസീസ് മുസ്ലിയാർ മുത്തേടം പ്രഭാഷണം നടത്തും. ശനിയാഴ്ച അന്നദാനത്തിനുള്ള മുന്നൊരുക്കമാണ് നടക്കുക. ഞായറാഴ്ച രാവിലെ 8 അന്നദാനം ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി കാണാം വാണിജ്യ വാർത്തകൾ. ആഴക്കടലിലെ വിസ്മയ കാഴ്ചകൾ ഒരുക്കി മറൈൻ എക്സ്പോ ഷൊർണൂർ കുളപ്പുള്ളിയിൽ പ്രദർശനം തുടങ്ങി. അത്യപൂർവമായ അലങ്കാര മത്സ്യങ്ങളുടെ പ്രദർശനവും ഫിലിപ്പൈൻസ് സുന്ദരികളായ മത്സ്യകന്യകകളുടെ മെർമെയ്ഡ് ഷോയും റോബോട്ട് വേൾഡും എക്സ്പോയിലെ മുഖ്യ ആകർഷണമാണ്. വൈകിട്ട് 4 മണി മുതൽ രാത്രി 10 വരെയാണ് പ്രദർശനം. ഒരുപാട് ബിസി ലൈഫിൽ നിന്ന് നമുക്കൊന്ന് മാറി നിന്ന് കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. പാർക്കും കാര്യങ്ങളും ഒരുപാട് ഫുഡ് ഐറ്റംസ്, സ്ട്രീറ്റ് ഫുഡ് പോലെ ഒരുപാട് കടകളും കാര്യങ്ങളും, പിന്നെ നല്ലൊരു മൊത്തത്തിലൊരു എന്റർടൈൻമെന്റ് ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വരിക, അതൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. സംഭവം അടിപൊളിയാണ്, വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ്, ഞങ്ങളിവിടെ ഹോസ്റ്റലാണ്, അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരണത്. അപ്പോൾ സംഭവം എല്ലാം കളറായിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് അടിച്ചു പൊളിക്കാം. ഷൊർണൂർ കുളപ്പുള്ളിയിൽ പ്രദർശനം തുടങ്ങിയ മറൈൻ എക്സ്പോയിൽ ആഴക്കടലിലെ വിസ്മയ കാഴ്ചകൾ കാണാം.
ഗ്ലാസ് ടണലിനുള്ളിൽ ഫിലിപ്പൈൻ സുന്ദരികളായ കലാകാരികൾ മത്സ്യകന്യകകളുമായി നീന്തിത്തുടിക്കുന്ന കാഴ്ചയാണ് മറൈൻ എക്സ്പോയിലെ മുഖ്യ ആകർഷണം. സ്കൂബ ഡൈവിംഗ്, അക്രലിക് തുടങ്ങിയ പ്രകടനങ്ങൾ ഇവർ കാഴ്ചവെക്കുന്നു. ഇതുവരെ നമ്മൾ കാണാത്ത അത്യപൂർവവും മനോഹരവുമായ അലങ്കാര മത്സ്യങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 200 അടി നീളത്തിൽ അണ്ടർ വാട്ടർ അക്രലിക് ഗ്ലാസ് ടണലും 400 അടി നീളത്തിലുള്ള അക്വേറിയങ്ങളുമാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഏറെ വിലമതിക്കുന്ന ആയിരക്കണക്കിന് വിദേശ ഇന്ത്യൻ മത്സ്യങ്ങളെ കയ്യെത്തും ദൂരത്ത് നേരിൽ കാണാം. മത്സ്യകന്യകകളുടെ പ്രകടനവും റോബോട്ട് വേൾഡും അപൂർവ ഇനം മത്സ്യങ്ങളുടെ പ്രദർശനവും ഏവർക്കും കൗതുകവും അത്ഭുതവും നിറഞ്ഞ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. പി മമ്മിക്കുട്ടി MLA മറൈൻ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂരിലെ ഇതുവരെ കണ്ടിട്ടും അതുപോലെ തന്നെ കേട്ടിട്ടും അനുഭവങ്ങളില്ലാത്ത ഒരു പുതിയ പദ്ധതിയാണ് ഈ മറൈൻ എക്സ്പോയിലൂടെ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളൊരു കടലിൻ്റെ അകത്തുകൂടെ സഞ്ചരിക്കുന്ന പ്രതീതിയാണ് നമുക്ക് അനുഭവപ്പെട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു പുതിയ സംരംഭത്തിന് നല്ല നിലയിലുള്ള പിന്തുണയും അംഗീകാരവും അതുപോലെ തന്നെ സഹസ്രങ്ങളുടെ പങ്കാളിത്തവും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ പ്രദേശത്തെ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം കണ്ട് ആസ്വദിക്കാൻ അതുപോലെ തന്നെ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഈ പുതിയ സംവിധാനം ആരംഭിക്കപ്പെട്ട ഈ മറൈൻ എക്സ്പോ അതിൻ്റെ സംഘാടകരെ ഞാൻ പ്രശംസിക്കുന്നു. നാട്ടുകാർക്ക് കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമായി ഇത് ജനങ്ങൾ പ്രയോജനപ്പെടുത്തും എന്ന കാര്യത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ MK ജയപ്രകാശ്, ചലച്ചിത്ര സീരിയൽ താരം രഞ്ജിത മുകുന്ദൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു എക്സ്പോ വരാന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഈ ബിസി ലൈഫിൽ നിന്ന് കുറച്ചു നേരം ഫാമിലിയൊക്കെ ആയിട്ട് നമുക്കൊന്ന് എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ലൊരു പ്ലേസ് ആയിട്ട് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. എല്ലാവരും വരിക, ആസ്വദിക്കുക, അടിച്ചു പൊളിക്കുക. നഗരസഭാ കൗൺസിലർ TK ബഷീർ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ M സുരേന്ദ്രൻ, R രഞ്ജിത്ത്, മറൈൻ എക്സ്പോ മാനേജർ T മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. 40 ദിവസം നമ്മുടെ പ്രോഗ്രാം ഇവിടെ ഉണ്ടാവും. എല്ലാ കൊളപ്പള്ളി വാസികളെയും ഷൊർണൂർ വാസികളെയും പട്ടാമ്പിയിൽ നിന്നുള്ള എല്ലാവരെയും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എടുത്തു പറയാൻ ഇവിടെ മെയിൻ ഇത് തന്നെ മെർമൈഡ് ഷോ ആണ്. മെർമൈഡ് ഷോ നമ്മൾ തുടങ്ങുന്നത് തന്നെ ഒരു 2-3 ദിവസം അവരെത്താൻ വൈകിയിട്ടുണ്ട്. ഫിലിപ്പൈൻ ലേഡീസ് ആണ്. അവർ 2-3 ദിവസം കൊണ്ട് എത്തും. അപ്പോഴേ നമ്മൾ എൻട്രി ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. അത് കൂടാതെ ഈ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം വലിയ ഫിഷ് വെറൈറ്റിയാണ് ഇതിലുള്ളത്. ഇത് കൂടാതെ റോബോട്ട് ഷോ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും നല്ല ആകർഷിക്കുന്ന ഒരു ഇതായിരിക്കും. ജനങ്ങൾക്ക് നല്ലൊരു വിരുന്നാകും. എക്സ്പോയുടെ ഭാഗമായി വ്യാപാര സ്റ്റാളുകൾ ഉൾപ്പെടുന്ന പവലിയനും ഫുഡ് കോർട്ടും പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ഉല്ലസിപ്പിക്കാൻ വിവിധ റൈഡറുകളടങ്ങുന്ന അമ്യൂസ്മെന്റ് പാർക്കും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ മറൈൻ എക്സ്പോ കൊളപ്പള്ളി ഷൊർണൂർ ആദ്യമായിട്ടാണ്. കുറേ ഫിഷ് കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ കുറേ ഷോപ്പ് ഉണ്ടായിരുന്നു. ഫിഷിനെ കണ്ടു. പിന്നെ പലതരം ഫിഷ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള യന്ത്രൂഞ്ഞാല് അങ്ങനെയുള്ള പുതിയ ഐറ്റംസ് ഒക്കെ കണ്ടു. കാണാനും ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് മത്സ്യകന്യക അതൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് സമയം പോവും. നമുക്ക് നല്ല എന്റർടൈൻ ആയിട്ടുണ്ടാവും. കുളപ്പള്ളി ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഗേറ്റ് വേ ഗ്രൗണ്ടാണ് പ്രദർശന നഗരി. വൈകിട്ട് 4 മണി മുതൽ രാത്രി 10 മണി വരെയാണ് പ്രദർശനം. ഇനി മറ്റു വാർത്തകൾ. ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഏകാദശി വിളക്കിനോടനുബന്ധിച്ച് UGS ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത പഞ്ചാരി മേളം വർണ്ണാഭമായി. ശുഗപുരം ദിലീപും സംഘവുമാണ് പഞ്ചാരി മേളം അവതരിപ്പിച്ചത്. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം നടന്ന പഞ്ചാരിമേളം ഉത്സവത്തിനെത്തിയവരുടെ മനം കവർന്നു. 100 കണക്കിന് ഭക്തജനങ്ങളാണ് മേളത്തിന് സാക്ഷികളായത്. മേളം കൊട്ടിക്കയറിയതോടെ മേളപ്രേമികളുടെ ആവേശം വാനോളം ഉയർന്നു. ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ പ്രവർത്തനങ്ങളെ UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് അഭിനന്ദിച്ചു.
കൊടിയേറ്റം മുതൽ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യമൊരുക്കുന്നതിലും പ്രസാദകൂട്ടും ചിട്ടയോടെ നടത്തുവാൻ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് അജിത്ത് പറഞ്ഞു. ഉത്സവത്തോടനുബന്ധിച്ച് കിടപ്പ് രോഗികൾക്കുള്ള സഹായനിധിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അജിത്ത് പാലാട്ട് പറഞ്ഞു. ഇന്നലെയും ഇന്നുമായി കഴിഞ്ഞ രണ്ട് ദിവസമായി നടത്തിവരുന്ന പ്രസാദൂട്ട്, എല്ലാ ഭക്തജനങ്ങൾക്കും നടത്തിവരുന്ന പ്രസാദൂട്ട്, അതുപോലെ മറ്റ് കലാപരിപാടികൾ, ഈ കൊടിയേറ്റം മുതൽ ഇന്ന് വരെ നടന്നു വരുന്ന കലാപരിപാടികൾ എല്ലാം നല്ല രീതിയിൽ, അതുപോലെ നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുക, നമ്മുടെ ചുറ്റും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിലെ അശ്രണരായ ആളുകളെ കൂടി ചേർത്ത് പിടിക്കാൻ വേണ്ടി അവർ സ്വരൂപിച്ചിട്ടുള്ള അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള സഹായനിധി എന്ന് പറയുന്ന ഒരു പരിപാടി. അപ്പോൾ ഇത്ര എല്ലാ പരിപാടികളും ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ഒരു കമ്മിറ്റിയാണ് അല്ലെങ്കിൽ പരിപാടികളാണ് ഇവിടെ ഏകാദശിയോടനുബന്ധിച്ച് നടന്നത്. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ഭരണപാളിച്ചകൾക്കെതിരെയുള്ള കുറ്റപത്രവും ബദൽ നയരേഖയും UDF ചെയർമാൻ P. ഗിരീശൻ 2ാം വാർഡ് വോട്ടറായ സൂരജിന് കൈമാറി പ്രകാശനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ചന്തപുരയിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനേഴി, VN കൃഷ്ണൻ, പാലാങ്കുഴി മണികണ്ഠൻ, വിനോജ് രാമൻ, സംഗീത്, MC നാരായണൻകുട്ടി എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും വീട് നൽകുമെന്നതുൾപ്പെടെ പ്രഖ്യാപനങ്ങളുമായി ചെർപ്പളശ്ശേരി നഗരസഭയിൽ UDF പ്രകടന പത്രിക. ഗ്രാമീണ റോഡുകളുടെ വികസനവും താലൂക്ക് ആശുപത്രിയും ഗ്യാസ് ക്രിമിറ്റോറിയവും പ്രകടന പത്രികയിൽ. മണ്ണാർക്കാട് നഗരസഭയിൽ പുതിയ ബസ് സ്റ്റാൻഡും ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയവും വാഗ്ദാനം ചെയ്ത ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക. നികുതി പരിഷ്കരണത്തിലൂടെ അധികം വാങ്ങിയ നികുതി തിരിച്ചു നൽകുമെന്നും വാഗ്ദാനം. ഒറ്റപ്പാലത്ത് ഇടതുമുന്നണി 25-നും 30-നും ഇടയിൽ സീറ്റ് നേടുമെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. എല്ലാവർക്കും വീടും പുതിയ തൊഴിലവസരങ്ങളും വാഗ്ദാനം ചെയ്ത ഇടതുമുന്നണി പ്രകടന പത്രിക പുറത്തിറക്കി. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം, സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പട്ടാമ്പി തഹസിൽദാർ TP കിഷോർ. താലൂക്കിൽ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും തഹസിൽദാർ. വാളയാറിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട. എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ സിന്തറ്റിക് മയക്കുമരുന്നുമായി എറണാകുളം സ്വദേശികൾ പിടിയിൽ. നവീൻ, അമൽ ബാബു എന്നിവരാണ് പിടിയിലായത്. വഴിയും വെളിച്ചവുമില്ലാതെ കുമരംപുത്തൂർ പുല്ലൂന്നി ഉന്നതി. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനും മൃതദേഹം സംസ്കരിക്കാൻ കൊണ്ടുപോകാനും വഴിയില്ലെന്ന് ഉന്നതി നിവാസികൾ. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.